ഗോവൻ യാത്രയുടെ ലഹരി മുഴുവൻ തല്ലിക്കെടുത്തുമാറ് വീണ്ടും ട്രെയിൻ പിടിച്ചിട്ടു. ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത് ഉടുപ്പി സ്റ്റേഷനിലാണ്. രാത്രി ആയതുകൊണ്ടും സ്റ്റേഷനിൽ നിന്ന് കുറച്ച് മാറിയുമാണ് ഞങ്ങളുടെ ബോഗി നിർത്തിയിട്ടത്. ആയതുകൊണ്ട് തന്നെ വിരസത വല്ലാതെ അനുഭവപ്പെട്ടു. എങ്കിലും കൂട്ടം ചേർന്നുള്ള യാത്രയായതിനാൽ ചില തമാശകളും കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയി. ചുറ്റും കുറ്റാക്കൂരിട്ടാണ്. അതിൽ ട്രെയിനിൻ്റെ ബോഗികളിൽ മാത്രം വെളിച്ചം കാണുന്നത് ഏതോ തമിഴ് പടത്തിൽ കണ്ടുമറന്ന ഒരു സന്ദർഭമായി എനിക്ക് തോന്നി. കൊതുകും ചൂടും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. പലപ്പോഴും ട്രെയിൻ യാത്രകൾ ഇങ്ങനെ തന്നെയാണ്. മറ്റൊരു ട്രെയിനിനു വേണ്ടി പാളം പങ്കിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്. ഒരുപക്ഷെ ഞങ്ങളുടെ ട്രെയിൻ കൃത്യസമയം പാലിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു താമസം ഞങ്ങൾക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. വിരസത തള്ളി നീക്കാൻ ഞങ്ങൾ ഉടുപ്പിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു. പക്ഷേ ഉടുപ്പിയിൽ നിന്ന് ആരംഭിച്ച് ലോകം മുഴുവനും പ്രശസ്തി നേടിയ ഭക്ഷണങ്ങളിലൊന്നാണ് ദോശയും ഇഡ്ഡലിയും. ചേരുവകൾ ചേരുന്നതിനനുസരിച്ച് നിറവും മണവും രുചിയും തന്ന് എണ്ണിയാലൊടുങ്ങാത്ത വമ്പൻ ലിസ്റ്റുകളാണ് ഇഡ്ഡലിയും ദോശയും കുറിച്ച് പറയാനുള്ളത്. ഇന്ന് ലോകമെമ്പാടുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ വ്യവസായ പട്ടിക എടുത്തു നോക്കിയാൽ ദോശയ്ക്കും ഇഡ്ഡലിക്കും നിർണായകമായ സ്ഥാനമുണ്ട്. ഇതിൻ്റെ മാവ് ഉൽപ്പാദിപ്പിച്ചും വിപണി ചെയ്തും ആവിയിലും ദോശക്കല്ലിലുമായി പകർന്നും ആയിരങ്ങളുടെ വിശപ്പകറ്റുന്ന ദോശയും ഇഡ്ഡലിയും. ഇങ്ങനെ ദോശയും ഇഡ്ഡലിയുടെയും കഥകൾ പറഞ്ഞ് ഞങ്ങളുടെ സമയം കടന്നുപോയി. കൂകിപ്പാഞ്ഞുകൊണ്ട് അതാ ഞങ്ങളുടെ ട്രെയിൻ പിടിച്ചിടാൻ കാരണക്കാരനായ മറ്റൊരു ട്രെയിൻ എതിരെ വരുന്നു. ഒരുപക്ഷെ മണിരത്നം സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അവൻ ശബ്ദിച്ചുകൊണ്ട് ഞങ്ങളെ കടന്നുപോയി. തുടർ യാത്ര ആരംഭിച്ചു. മെല്ലെ മെല്ലെ കുലുക്കി പറിച്ചുകൊണ്ട് അവൻ ഞങ്ങളെയും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നീ 3 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു റെയിൽപാത എന്ന നിലയിൽ ഈ റെയിൽപാത വളരെ പ്രസക്തമാണ്. കൊങ്കണി ഭാഷ സംസാരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ പാതയ്ക്ക് അങ്ങനെയാണ് കൊങ്കൺ പാത എന്നുള്ള പേര് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. കിഴക്ക് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് അറബിക്കടലിനെയും വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഈ പാത കടന്നു പോകുന്നത്. പ്രകൃതി ദൃശ്യങ്ങളാൽ സമ്പന്നമായ ഈ പാതയിലൂടെയുള്ള യാത്ര ഒരു അനുഭവം തന്നെയാണ്. 760 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ പാതയ്ക്കായിട്ടുള്ളത്. 91 തുരങ്കങ്ങൾ, 190 വലിയ പാലങ്ങൾ, 1201 ചെറിയ പാലങ്ങൾ. ഇതൊക്കെ ഈ പാലത്തിൻ്റെ പ്രത്യേകതകളാണ്. കുറുമുറി എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്ന ഈ തുരങ്കത്തിന് 6.5 കിലോമീറ്റർ നീളം കണക്കാക്കപ്പെടുന്നു. 7 വർഷവും 3 മാസവുമുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പാത നിർമ്മിക്കപ്പെട്ടത്. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ഈ പാത ഇന്ത്യൻ റെയിൽവേക്ക് ഒരു തിലകക്കുറി തന്നെയാണ്. ഈ പാത നിർമ്മിക്കുന്നതിന് മുമ്പ് കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്ര ഏകദേശം 36 മണിക്കൂറാണ് ആവശ്യമായി വന്നിരുന്നത്. എന്നാൽ ഈ പാത വന്നതിന് ശേഷം മുംബൈയിലേക്കുള്ള യാത്ര 24 മണിക്കൂറായിട്ട് കുറയ്ക്കാൻ കഴിഞ്ഞു. അതായത് 513 കിലോമീറ്റർ കുറവ്. 1990-ൽ ഒരു കമ്പനിയായി കൊങ്കൺ റെയിൽവേ രൂപാന്തരം പ്രാപിക്കുകയും 760 കിലോമീറ്റർ ദൈർഘ്യത്തിൽ മുംബൈയിൽ നിന്ന് മാംഗ്ലൂർ വരെയുള്ള നീളത്തിൽ ഒരു പാത നിർമ്മിക്കുകയും 1998-ൽ ജനുവരി 26-ന് അത് പൊതുജനത്തിന് കാഴ്ചവെക്കുകയും ചെയ്തു. ഈ ഭീമാകാരൻ പാതയ്ക്ക് ഒത്തിരി ദുർഘടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിൽ പോലും ഇന്ന് ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ഒരു റെയിൽപാതയാണിത്. ഇങ്ങനെയുള്ള ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വിസ്മയം സാധ്യമാക്കാൻ കാരണക്കാരായവർ അക്കാലത്ത് റെയിൽവേ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ്, ധനമന്ത്രിയായിരുന്ന മധു ദന്തപതി, മലയാളി എഞ്ചിനീയറായിരുന്ന ഇ ശ്രീധരൻ മഡ്ഗോൺ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ മഡ്ഗോൺ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു ട്രെയിനിനായി കാത്തുനിന്നു.
മഡ്ഗോൺ സ്റ്റേഷനിലെ കാഴ്ചകളായി പിന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കടന്നു പോകുന്ന മറ്റു സ്റ്റേഷനുമായി തുലനം ചെയ്യുമ്പോൾ ഈ സ്റ്റേഷൻ അല്പം ആധുനിക സൗകര്യങ്ങളോട് കൂടി ചേർന്നതാണ്. കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് തുടർ യാത്രയ്ക്കായുള്ള ട്രെയിൻ വന്നെത്തി.